CPM-ന്റെ പൊന്നാപുരം കോട്ടയായ കണ്ണൂർ ജില്ലയിൽ പാർട്ടി അകപ്പെട്ടു പോയ പത്മവ്യൂഹത്തിൽ നിന്ന് ഇതുവരെ അവര് രക്ഷപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ഇരുട്ടിൽ കടന്ന് തപ്പുകയാണ്, പുറത്തേക്കൊരു വഴി അന്വേഷിക്കുകയാണ്. ഇത് കണ്ണൂർ ജില്ല ആയതുകൊണ്ടാണ്. ആലപ്പുഴയിലെ G. സുധാകരന്റെ ഒരു പ്രശ്നമുണ്ടായി. അതിനെ കാണുന്നത് പോലെ അല്ലെങ്കിൽ കണ്ടതുപോലെയല്ല CPM കണ്ണൂരിലെ പൊട്ടിത്തെറി അല്ലെങ്കിൽ ചെങ്കോട്ടയിൽ വിള്ളൽ വീണതിനെ അവർ കാണുന്നത്. കേരളത്തിലെ പാർട്ടി എന്ന് പറഞ്ഞാൽ കണ്ണൂര് തീരുമാനിക്കും കേരള CPM എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, പാർട്ടിയുടെ നയം എന്തായിരിക്കണം എന്ന് കണ്ണൂര് തീരുമാനിക്കും. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കണ്ണൂരിൽ നിന്നാണെങ്കിൽ അവർക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായാൽ അദ്ദേഹവും കണ്ണൂരിൽ നിന്നായിരിക്കും. എല്ലാ അധികാരവും കേന്ദ്രീകരിച്ചിരിക്കുന്നത് കണ്ണൂർ എന്ന് പറയുന്ന ജില്ലയിലാണ്. പാർട്ടിയുടെ വത്തിക്കാനാണ് കണ്ണൂർ എന്ന് വേണേൽ പറയാം. പഴയ ഭാഷയിലാണെങ്കിൽ പാർട്ടിയുടെ മോസ്കോ എന്നോ ബെയ്ജിംഗ് എന്നോ പറയാം. ഇപ്പോഴത് പറയാൻ പറ്റത്തില്ല, കാരണം റഷ്യയിലോ അല്ലെങ്കിൽ ചൈനയിലോ ഇപ്പൊ കമ്മ്യൂണിസം ഇല്ല. അല്ല, ഒന്നാം തരം കറതീർന്ന കുറ്റമറ്റ ക്യാപിറ്റലിസമാണ് ഇന്ന് ഈ രണ്ട് രാജ്യങ്ങളിൽ ഉള്ളത്. അമേരിക്കയേക്കാൾ ഭേദപ്പെട്ട ക്യാപിറ്റലിസം. അതുകൊണ്ട് പാർട്ടിയുടെ മോസ്കോ എന്നോ പാർട്ടിയുടെ ബെയ്ജിംഗ് എന്നോ പറയുന്നത് ശരിയല്ല. പക്ഷെ പറഞ്ഞല്ലോ, എല്ലാ തീരുമാനങ്ങളും കണ്ണൂരിൽ നിന്നാണ് ഉണ്ടാവുന്നത്. പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ഘടന നോക്കൂ, എല്ലാം ഏതാണ്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലാണ്. കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തുള്ള പാർട്ടിക്കാർക്ക് കിട്ടുന്നത് മേശപ്പുറത്തുനിന്ന് വീഴുന്ന അപ്പക്കഷണങ്ങൾ മാത്രമാണ്. മിച്ചം വരുന്ന എന്തെങ്കിലും പദവികള്, അധികാരങ്ങള്, സ്ഥാനങ്ങള് പാർട്ടി എപ്പോഴും കണ്ണൂർ ജില്ലയുടെ കൈവശമായിരിക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രദ്ധിക്കുക, അത് കണ്ണൂർ ജില്ലയുടെ കൈപ്പിടിയിലാണ്. അവിടെ നിന്നുള്ള ആളുകളാണ് കാലാകാലങ്ങളിൽ പിണറായി വിജയന്റെ ഓഫീസിന് നേതൃത്വം കൊടുക്കുന്നത്. അവരറിയാതെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഒരു ഈച്ച പോലും ചലിക്കില്ല. അങ്ങനെയുള്ള കണ്ണൂർ ജില്ലയിൽ നേരത്തെ കുഞ്ഞികൃഷ്ണൻ ഒരു വലിയ കലാപക്കൊടി ഉയർത്തി, അതൊരു കൊടുങ്കാറ്റായിട്ട് ജില്ലയിലെങ്ങും വീശിയതാ. അദ്ദേഹം വളരെ വൈകാരികമായ ഒരു പ്രശ്നമാണ് ഉന്നയിച്ചത്. പയ്യന്നൂരിലെ MLA മധുസൂദനൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ രക്തസാക്ഷി ഫണ്ട് ഏതാണ്ട് 1 കോടി രൂപയോളം വെട്ടിച്ചു പൊട്ടടിച്ചു എന്നാണ് നമ്മുടെ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത്. അദ്ദേഹം വെല്ലുവിളിച്ചു യഥാർത്ഥ കണക്കുകൾ ഹാജരാക്കാൻ. കാരണം അദ്ദേഹത്തിന് അറിയാം കണക്കിലെ കള്ളക്കളികൾ. കാരണം അത് ഓഡിറ്റ് ചെയ്തത് ഈ കുഞ്ഞികൃഷ്ണനായിരുന്നു. അങ്ങനെ ഒരു അപകടം പാർട്ടി പ്രതീക്ഷിച്ചതല്ല. കണക്ക് നോക്കാൻ കുഞ്ഞികൃഷ്ണനെ ഏൽപ്പിച്ചപ്പോൾ അത്തരത്തിലൊരു അപകടം പതിയിരിക്കുന്നത് അവരറിഞ്ഞതല്ല. കുഞ്ഞികൃഷ്ണൻ നോക്കുമ്പോൾ മുഴുവൻ കള്ളക്കണക്കാ. കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി പിരിച്ച ഫണ്ടിന്റെ കാര്യത്തിലും ധാരാളം കുഴപ്പങ്ങളുണ്ട്. വകമാറ്റി പലയിടത്തും ചെലവഴിച്ചിരിക്കുന്നു. ഈ പണമൊക്കെ എവിടെ പോയി? 1 കോടിയോളം രൂപ. രക്തസാക്ഷി ഫണ്ടാണെന്ന് ആലോചിക്കണം. ഏറ്റവും വൈകാരികമായിട്ട് പാർട്ടി അണികൾ ചിന്തിക്കുന്ന ഒരു വിഷയമായത്. പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി ശേഖരിക്കുന്ന ഫണ്ട് അത് അടിച്ചു മാറ്റിയെന്ന് പറഞ്ഞാൽ പാർട്ടി പ്രവർത്തകർ പിന്നെ എന്താണ് ഈ പാർട്ടിയെ കുറിച്ച് കരുതുക? അങ്ങനെ അത്തരം വളരെ വൈകാരികമായ ഒരു വിഷയമാണ് കുഞ്ഞികൃഷ്ണൻ ഉയർത്തിയത്. ഇപ്പോഴത്തെ TK ഗോവിന്ദൻ 25 വർഷമായിട്ട് ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ആളാണ്. 10 കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റിൽ അംഗമായിരുന്നു. തളിപ്പറമ്പിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴൊക്കെ അതിന്റെ ചുമതല ഗോവിന്ദനായിരുന്നു. അങ്ങനെയുള്ള ഒരു നേതാവ്, വളരെ സീനിയറായ നേതാവ്. ഇപ്പൊ ഈ കണ്ണൂർ ജില്ല ഭരിക്കുന്ന നേതാക്കളെക്കാളൊക്കെ വളരെ സീനിയറായ നേതാവ്. അദ്ദേഹം തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ പേരിൽ കലാപക്കൊടി ഉയർത്തിയിരിക്കുക, ഒരു കൊടുങ്കാറ്റ് അഴിച്ചുവിട്ടിരിക്കുകയാണ്. അത് സംബന്ധിച്ച് ആരോപണം ചെന്നു തറയ്ക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നെഞ്ചത്താണെന്ന് ആലോചിക്കണം. കാരണം അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അവിടെ പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ പാർട്ടി തെരഞ്ഞെടുത്തിരിക്കുന്നത്. പാർട്ടി തെരഞ്ഞെടുത്തതാണ് എന്നാണ് ഇവ രാകേഷും MV ജയരാജനൊക്കെ പറയുന്നത്. ന്യായീകരണ ക്യാപ്സ്യൂളുകൾ അങ്ങനെയാ. ശരിയാ, പാർട്ടി തെരഞ്ഞെടുത്തതാ. പക്ഷെ എങ്ങനെയാണ് പാർട്ടി തെരഞ്ഞെടുത്തത്? അവിടെയാണ് MV ഗോവിന്ദന്റെ സ്വാധീനം. മണ്ഡലം കമ്മിറ്റിയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതാ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുന്നതിനെതിരായിട്ട്. പക്ഷേ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആഗ്രഹിക്കുന്ന ആളിനെ സ്ഥാനാർത്ഥിയാക്കാതെ മറ്റെന്ത് വഴിയാണ് പാർട്ടിക്കുള്ളത്? ജില്ലാ സെക്രട്ടറി രാകേഷും പിന്നെ MV ജയരാജനൊക്കെ, അവർക്കൊക്കെ MV ഗോവിന്ദൻ പറയുന്നത് അനുസരിക്കാനേ സാധിക്കുകയുള്ളൂ. നേരത്തെ DYFIയിലും ഒക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞത് ശരിയാ. പാർട്ടിയുടെ വനിതാ വിഭാഗത്തിലും പ്രവർത്തിച്ചിട്ടുണ്ട്. ആന്തൂരില് മുനിസിപ്പൽ ചെയർപേഴ്സൺ ആയിരുന്നു. അവിടെ പ്രവാസി വ്യവസായി സാജന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇവര് ഒരു സമയത്ത് പ്രതിക്കൂട്ടിൽ നിന്നതാ. പാർട്ടിയുടെ അന്വേഷണ കമ്മീഷനും പാർട്ടി സ്വാധീനിച്ച പോലീസും അവരെ ആ കേസിൽ നിന്ന് ഒഴിവാക്കുകയാണ് ചെയ്തത്. ഇതെല്ലാം അവിടുത്തെ ജനങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത്തരത്തിലുള്ള PK ശ്യാമളയ്ക്ക് സീറ്റ് കൊടുക്കരുത് എന്നായിരുന്നു പാർട്ടിയിലെ ഒരു നല്ല ശതമാനം ആളുകളുടെ അഭിപ്രായം. അതിനെ മറികടന്നാണ് MV ഗോവിന്ദന്റെ ഭാര്യയ്ക്ക് അവിടെ സീറ്റ് നൽകിയത്. തളിപ്പറമ്പിൽ നിന്ന് MV ഗോവിന്ദൻ 3 തവണ ജയിച്ചതാ. അതേ ഒഴിയുമ്പോൾ ഭാര്യ. ഇത് CPM-ലെ കേട്ടുകേടിവില്ലാത്ത ചരിത്രമാണ്. അതിനെതിരെയാണ് TK ഗോവിന്ദൻ കലാപക്കൊടി ഉയർത്തിയത്. വെറും സീറ്റിന് വേണ്ടി ആയിരുന്നില്ല, പാർട്ടിയുടെ പ്രവർത്തനത്തിൽ വരുന്ന വലിയ പാളിച്ചകൾ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നിരക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ. നമ്മൾ ഇതിനെ അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്തുകൊണ്ട് അതിലേക്ക് കടക്കുന്നില്ല. അതിനെയൊക്കെയാണ് എതിർത്തത്. ആ എതിർപ്പ് പിണറായി വിജയന്റെ ഏകാധിപത്യപരമായ നേതൃത്വത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം കൂടി ആയിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രീതി അനുസരിച്ച് പാർട്ടിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത് വളരെ അനിഷേധ്യമായ ഒരു പദവിയാണ്. ആ കസേരയിൽ ഇരിക്കുന്ന MV ഗോവിന്ദനെതിരെയാണ് TK ഗോവിന്ദൻ
അതിശക്തമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. വാസ്തവം പറഞ്ഞാൽ ഇതുവരെ ഈ വീഡിയോ തയ്യാറാക്കുന്നതുവരെ എം വി ഗോവിന്ദൻ മാഷ് അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും പ്രതികരിച്ചു കണ്ടിട്ടില്ല. എന്തോ ചില വാക്കുകൾ എവിടെയോ പറഞ്ഞത് ഒഴിച്ചാൽ സംസ്ഥാന നേതൃത്വവും രംഗത്ത് വന്നിട്ടില്ല. അത് ജില്ലാ കമ്മിറ്റിയുടെ ചുമതലയാക്കി നിർത്തിയിരിക്കുകയാണ്. ജില്ലയിൽ നിന്നുള്ള സെക്രട്ടേറിയറ്റ് അംഗം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജനും രാഗേഷും ഒക്കെയാണ് ടി കെ ഗോവിന്ദനെതിരായിട്ട് എം വി ഗോവിന്ദൻ മാഷെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. പിണറായി വിജയൻ ഈ നിമിഷം വരെ ഇടപെട്ടിട്ടില്ല. അദ്ദേഹം ഇന്നലെ കണ്ണൂരിലെ ധർമ്മടത്തുണ്ടായിരുന്നു, റോഡ് ഷോ ഒക്കെ നടത്തിയതാ, തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളുടെ തുടക്കം കുറിച്ചതാ. പക്ഷെ അദ്ദേഹം ഇതുവരെ യാതൊരു തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളും നടത്തിയിട്ടില്ല. അതിനു പകരം വർഗവഞ്ചകൻ, പാർട്ടി വിട്ടാൽ പിന്നെ കെട്ട തക്കാളിയാണ്, അധികാരഭ്രമം, പാർലമെന്ററി വ്യാമോഹത്തിന് വഴിപ്പെട്ടയാൾ എന്നൊക്കെ നമ്മുടെ ടി കെ ഗോവിന്ദനെ ആക്ഷേപിച്ച് ജനങ്ങളുടെ, പാർട്ടി പ്രവർത്തകരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ പിണറായി വിജയനെ ഇടപിടിക്കാനുള്ള ചില ശ്രമങ്ങളൊക്കെ നടന്നു വന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മുൻ MLA-യും ജില്ലയിലെ വളരെ സീനിയർ നേതാവുമായ സി കൃഷ്ണൻ പിണറായി വിജയനെ സന്ദർശിച്ച് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹം പ്രധാനമായും സംസാരിച്ചത് പയ്യന്നൂർ വിഷയമായിരുന്നു. അതായത് രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ച സംഭവമായിരുന്നു, മധുസൂദനെതിരായിട്ട് വന്ന ആരോപണമായിരുന്നു. അതിന്റെ പിന്നിലെ വലിയ ഗൗരവം മുഖ്യമന്ത്രി പിണറായി വിജയനെ ധരിപ്പിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം വിഷയം രക്തസാക്ഷി ഫണ്ടാണ്. പാർട്ടിക്ക് വേണ്ടി ജീവനും ബലിയർപ്പിച്ച ഒരു പ്രവർത്തകന്റെ കുടുംബത്തെ സഹായിക്കാൻ വേണ്ടി സ്വരൂപിച്ച പണത്തിന്റെ കാര്യമാണ്. അത് പാർട്ടി അനുഭാവികളും പാർട്ടി അംഗങ്ങളും പൊതുജനങ്ങളും നൽകിയ പണമാണ്. അത് കവർ ചെയ്യപ്പെട്ടതിനെ പറ്റിയാണ് ശ്രീകൃഷ്ണൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചത്. വളരെ വൈകാരിക പ്രാധാന്യമുള്ള വിഷയമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടാവും, യാതൊരു സംശയവുമില്ല. ഈ ഫണ്ട് സംബന്ധിച്ച യഥാർത്ഥ അവസ്ഥ ജനങ്ങളെയും പാർട്ടി പ്രവർത്തകരെയും ബോധ്യപ്പെടുത്തേണ്ടതാണ്. പക്ഷെ ഇതുവരെ പാർട്ടി നേതൃത്വം അതിന് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. കുഞ്ഞികൃഷ്ണൻ പറയുന്ന പോലെ കള്ളക്കണക്കല്ലെങ്കിൽ എന്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് കണക്ക് അവതരിപ്പിച്ചുകൂടാ? പാർട്ടിയുടെ മുമ്പിൽ അത് കൊണ്ടുവന്നുകൂടാ? അവരെ ബോധ്യപ്പെടുത്തിക്കൂടാ? പൊതുസമൂഹത്തിലുണ്ടായിട്ടുള്ള സംശയങ്ങൾ എന്തുകൊണ്ട് ദൂരീകരിക്കാൻ പറ്റുന്നില്ല? അതാണ് കുഞ്ഞികൃഷ്ണനെ അനുകൂലിക്കുന്നവര്, മനസ്സുകൊണ്ടെങ്കിലും അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ജില്ലാ സെക്രട്ടറി രാഗേഷ് എന്താ പറഞ്ഞത്? ഈ കണക്കൊന്നും ഞങ്ങൾ ജനങ്ങളെ ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ലെന്ന്. ഞങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ അത് അവതരിപ്പിച്ചിട്ടൊന്നും കാര്യമില്ലെന്ന്. ഞങ്ങളുടെ പാർട്ടി പിരിച്ച ഫണ്ടാണ്, ഞങ്ങളുടെ പാർട്ടി അങ്ങ് തീരുമാനിച്ചോളാവുന്നു. അതാണോ ശരിയായ കാര്യം? അതാണ്ട് 1 കോടിയോളം രൂപ വരുന്ന ഒരു തുകയാ. അതിനൊരു അക്കൗണ്ടബിലിറ്റി വേണ്ടേ? അത് ജനങ്ങളിൽ നിന്നും സാധാരണക്കാരിൽ നിന്നൊക്കെ പിരിച്ചെടുത്തതല്ലേ? അതിന് ഇത്തരം ന്യായങ്ങളാണോ പറയുന്നത്? ഈ വിഷയം ആദ്യം സജീവമായിട്ട് വന്നപ്പോഴും പിണറായി വിജയൻ കാര്യമായിട്ട് പ്രതികരിച്ചിരുന്നില്ല. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുകയാണ്. 2 പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ കണ്ണൂരിലെ പാർട്ടിയെ നേരിടുന്നു. ഒന്ന്, പയ്യന്നൂരിലെ രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച കാര്യം, അത് കവർച്ച ചെയ്ത കാര്യം. രണ്ടാമത്തെ കാര്യം, പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ എല്ലാ കീഴ്വഴക്കങ്ങളെയും ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഉറപ്പുള്ള സീറ്റ് നേടിയെടുക്കുന്നതിന് ശ്രമിച്ചു എന്നുള്ളത്. ഇത് രണ്ടും ഇന്ന് ജനങ്ങള്, കണ്ണൂരിലെ ജനങ്ങള്, കേരളത്തിലെ ജനങ്ങള് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. അതോടൊപ്പം തന്നെയാണ് ജി സുധാകരൻ ആലപ്പുഴയിൽ ഉയർത്തിയ കൊടുങ്കാറ്റ്. അതും അങ്ങനെ കെട്ടുപോകുന്ന ഒന്നല്ല കേട്ടോ. അത് യാതൊരു സംശയം വേണ്ട. ഈ തെരഞ്ഞെടുപ്പില് ആലപ്പുഴ ജില്ലയിലെ, കണ്ണൂർ ജില്ലയിലെ, കേരളത്തിലുടനീളം തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കുന്ന വിഷയമായിട്ട് വളർന്നു വരിക തന്നെ ചെയ്യും. സംസ്ഥാന നേതൃത്വം ഈ വിഷയങ്ങളിൽ ഇടപെട്ട് അല്ലെങ്കിൽ പ്രതികരിച്ച് കുഞ്ഞികൃഷ്ണനോ ടി കെ ഗോവിന്ദനോ ജി സുധാകരനോ വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ലെന്നും അവരുന്നയിച്ച വിഷയത്തിന് ഒട്ടും പ്രാധാന്യം കൊടുക്കേണ്ടതില്ലെന്നുമാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് ഇവിടുത്തെ ന്യായമാണ്. പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് സാധ്യതകളെ ബാധിക്കാവുന്ന രീതിയിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളിലെ ജനങ്ങളുടെ മുമ്പില് ക്ലാരിറ്റി ഉണ്ടാക്കുകയല്ലേ വേണ്ടത്? കുഞ്ഞികൃഷ്ണനോ അല്ലെങ്കിൽ ടി കെ ഗോവിന്ദനോ ഉയർത്തിയ പ്രശ്നങ്ങൾ തെറ്റാണെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയല്ലേ വേണ്ടത്? പക്ഷെ അതിന് പകരമായിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്ത് ഈ വിഷയങ്ങൾക്കോ അത് ഉന്നയിച്ച വ്യക്തികൾക്കോ പ്രാധാന്യം കൊടുക്കേണ്ട എന്നങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താണ് അവസ്ഥ? അത് ഒരു ഒളിച്ചോട്ടമല്ലേ? അതാണോ CPM പോലൊരു രാഷ്ട്രീയ പാർട്ടി ഇത്തരം വിഷയങ്ങൾ എടുക്കേണ്ട ഒരു നിലപാട്? അതാണ് ഇപ്പോൾ ജനങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ നിലപാടെടുക്കാൻ കാരണം എന്ന് അന്വേഷിച്ചാല് കുഞ്ഞികൃഷ്ണനും ഗോവിന്ദനുമൊക്കെ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് സംസ്ഥാന നേതൃത്വത്തിന് കൃത്യമായ മറുപടിയില്ല എന്നുള്ളതാണ്. ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ അവർക്കൊന്നും വിശദീകരിക്കാനില്ല. പിന്നെന്ത് പറഞ്ഞിട്ട് കാര്യം? ഈ രീതിയിൽ അത് ചർച്ച ചെയ്ത് വലുതാക്കണ്ട, വിഷയം വലുതാക്കണ്ട, വ്യക്തികളെ വലുതാക്കണ്ട എന്ന ന്യായം പറഞ്ഞ് ഒഴിഞ്ഞു പോകാനേ പറ്റുകയുള്ളൂ. ഉത്തരമില്ലാത്ത ചോദ്യങ്ങളാണ് ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും ജി സുധാകരനും ഒക്കെ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഉന്നയിച്ചിരിക്കുന്നത്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ ഒളിച്ചുകളി പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ കെട്ട തക്കാളി, അധികാരഭ്രമം, അല്ലെങ്കിൽ വർഗവഞ്ചകൻ, പാർലമെന്ററി വ്യാമോഹം തുടങ്ങിയ പാർട്ടി പദാവലിയിലെ വാക്കുകൾ എടുത്ത് ഇവരെ എറിയുന്നത്. അധികാരഭ്രമം എന്നാണല്ലോ പറയുന്നത്, അല്ലെങ്കിൽ പാർലമെന്ററി വ്യാമോഹം. എന്താ ടി കെ ഗോവിന്ദന് ഒരു പാർലമെന്ററി വ്യാമോഹം ഉണ്ടായിക്കൂടെ? എന്തിനാ അതിനെ പാർലമെന്ററി വ്യാമോഹം എന്ന് പറയുന്നത്? 25 വർഷം ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ആളാണ്. 10 വർഷം ജില്ലാ സെക്രട്ടേറിയറ്റിൽ പ്രവർത്തിച്ച ആളാണ്. ഹാൻവ്യൂ പോലെയുള്ള സ്ഥാപനങ്ങളുടെ തലപ്പത്ത് പ്രവർത്തിക്കുന്ന ആളാണ്.
അദ്ദേഹത്തിന് ഒരു വട്ടം MLA ആയാലും MP ആയാലും എന്താ കഴിക്കുമോ? ഈ MP ജയരാജനും രാകേഷും ഒക്കെ ഗോവിന്ദനേക്കാൾ എത്രയോ ജൂനിയറാണ്. അവരൊക്കെ MP ആയില്ലേ, MLA ആയില്ലേ? അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ വളരെ പ്രധാനപ്പെട്ട താക്കോൽ സ്ഥാനങ്ങൾ കൈയാളിയിട്ടില്ലേ? മുഖ്യമന്ത്രിയുടെ ഓഫീസ് എപ്പോഴും അങ്ങനെയാണല്ലോ. അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ളവരാണല്ലോ. അവരെ മറികടന്ന് ആ ഓഫീസിൽ ഒന്നും സംഭവിക്കില്ലല്ലോ. അതിന്റെ ഭാഗമായിരുന്നില്ലേ MP ജയരാജനും രാകേഷും ഒക്കെ? അവരൊന്നും അധികാരം ഉപയോഗിച്ചിട്ടില്ലേ? എന്താ ഗോവിന്ദന് മാത്രം ഇതൊക്കെ അപ്രാപ്യമാണോ? അതുകൊണ്ട് ഇത്തരം വാദങ്ങൾ ഉന്നയിക്കുന്നതിന് എന്ത് കഴമ്പാണുള്ളത്? മറ്റൊരു വാദം പറയുന്നത് PK ശ്യാമള വളരെ മുമ്പ് തന്നെ പാർട്ടി കേഡറായിരുന്നു, DYFI ഉണ്ടായിരുന്നു, മറ്റു സംഘടനകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. TK ഗോവിന്ദൻ ഉണ്ടായിരുന്നില്ലേ? 10-60 വർഷം പാർട്ടിക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെച്ചവരായിരുന്നില്ലേ? MP ഗോവിന്ദനുമായിട്ടുള്ള വിവാഹത്തിന് മുമ്പ് തന്നെ PK ശ്യാമള പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശരിയായിരിക്കാം, DYFI എന്തൊക്കെ പതിവുകൾ ഉണ്ടായിരുന്നു. ഒരുപക്ഷേ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുന്നവര് അവർക്ക് പിന്നീട് ലഭിച്ച സ്ഥാനങ്ങളൊക്കെ MP ഗോവിന്ദന്റെ മേൽവിലാസത്തിൽ കിട്ടിയതാണെന്ന് പറഞ്ഞാൽ ആർക്കാണ് എതിർക്കാൻ കഴിയുക? തളിപ്പറമ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി വേണമെന്ന് തീരുമാനിച്ചു. അവിടെ നിന്ന് മറ്റൊരു വനിതാ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് PK ശ്യാമളയുടെ പേര് പാർട്ടി പറഞ്ഞു. അത് MP ഗോവിന്ദൻ അംഗീകരിച്ചു എന്നൊക്കെയാണ് രാകേഷും MP ജയരാജനും ഒക്കെ പറയുന്നത്. ഇത് കാലിന്റെ അളവനുസരിച്ച് ചെരുപ്പ് തുന്നുകയല്ല, ചെരുപ്പിന്റെ അളവനുസരിച്ചിട്ട് കാല് മുറിക്കുകയാണ്. എന്റെ തളിപ്പറമ്പിൽ മാത്രം ഒരു വനിതാ സ്ഥാനാർത്ഥി വേണമെന്ന് അങ്ങ് തീരുമാനിക്കുന്നത്? അല്ലെങ്കിൽ ജില്ലയിൽ മറ്റ് വനിതാ നേതാക്കൾ ആരുമില്ലേ? സുകന്യയുടെ പേര് ചർച്ച ചെയ്തിരുന്നാണല്ലോ. എന്താ സുകന്യ വരാതിരുന്നത്? സുകന്യ തളിപ്പറമ്പ് മണ്ഡലത്തിൽ നിന്നുള്ള ആളല്ലത്രേ. CPM അങ്ങനെയാണോ? അതാത് മണ്ഡലത്തിൽ ഉള്ളവരെ മാത്രമാണോ മത്സരിപ്പിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഏറ്റവും അവസാനം നമ്മുടെ ശൈലജ ടീച്ചർ, അവർ നേരത്തെ പേരാവൂർ മത്സരിച്ചിട്ടുണ്ട്, പിന്നീട് മട്ടന്നൂർ മത്സരിച്ചിട്ടുണ്ട്, അവിടുന്നൊക്കെ ജയിച്ചിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും പേരാവൂര്. അത് അവരുടെ ജന്മസ്ഥലം നോക്കിയല്ലല്ലോ തീരുമാനിക്കുന്നത്. PK ശ്യാമളയ്ക്ക് മാത്രം എന്താണ് ഈ ഒരു സൗജന്യം അല്ലെങ്കിൽ ഈ ഒരു ആനുകൂല്യം ലഭിക്കുന്നത്? ഇതിനൊന്നും മറുപടിയില്ല പാർട്ടി നേതൃത്വത്തിന്. വന്നിരുന്നിട്ട് പാർലമെന്ററി വ്യാമോഹം, പഴുത്ത തക്കാളി, കെട്ട തക്കാളി, വർഗവഞ്ചകൻ എന്നൊക്കെ പറയാമെന്നല്ലാതെ ഗോവിന്ദനോ കുഞ്ഞികൃഷ്ണനോ ഒക്കെ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ അവരുടെ പക്കലില്ല. അവരുടെ ആവനാഴിയിൽ അതിനെ എതിർക്കാനുള്ള അമ്പുകളില്ല. അതാണ് പ്രശ്നം. ഇതുപോലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ പാർട്ടി വിടുന്നു, അല്ലെങ്കിൽ പാർട്ടിക്കെതിരെ മത്സരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല പ്രശ്നം, അവർക്ക് UDF പിന്തുണ നൽകുന്നു എന്നുള്ളത് കൂടിയാണ്. ഇത് രാഷ്ട്രീയ സമവാക്യങ്ങൾ പലതും മാറ്റാൻ കെൽപ്പുള്ള ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, കുഞ്ഞികൃഷ്ണനും അതുപോലെ തന്നെ ഗോവിന്ദനൊക്കെ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളോട്, പ്രശ്നങ്ങളോട് അനുഭവമുള്ള ധാരാളം ആളുകൾ പാർട്ടിയിലുണ്ട്. അവരൊക്കെ പലപ്പോഴും പുറത്തേക്ക് എതിർ ശബ്ദങ്ങളുമായി വരാതിരിക്കുന്നത് പാർട്ടി അച്ചടക്കം എന്ന വാള് അവരുടെ തലയ്ക്ക് മേൽ തൂങ്ങുന്നത് കൊണ്ടാണ്. നേതൃത്വത്തെ പേടിയുള്ളത് കൊണ്ടാണ്. ചിലപ്പോൾ ശാരീരികമായി തന്നെ കൈകാര്യം ചെയ്യുമെന്ന അവസ്ഥയുള്ളത് കൊണ്ടാണ്. പക്ഷെ ധാരാളം ആളുകൾ ഇന്ന് പാർട്ടിയുടെ ഈ പിഴച്ച പോക്കിനെ മനസ്സുകൊണ്ട് പോരാടുന്നുണ്ട്. അവരെയൊക്കെ ഈ തെരഞ്ഞെടുപ്പില് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സജീവമായി രംഗത്ത് കൊണ്ടുവരിക എന്നുള്ളത് പാർട്ടി നേതൃത്വം നേരിടുന്ന വലിയ വെല്ലുവിളിയായിരിക്കും. സംഭവിക്കാൻ പോകുന്നത് അതാണ്. ഒരുപക്ഷെ ഇനിയും ആളുകൾ പരസ്യമായിട്ട് തന്നെ രംഗത്ത് വന്നേക്കാം. പലരും അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇതുവരെ സജീവമായിട്ട് പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പോരാടാൻ രംഗത്തിറങ്ങിയിരുന്ന പലരും നിഷ്ക്രിയരാകാനുള്ള സാധ്യതയാണ് ഇന്ന് CPM നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അതൊരു ചെറിയ കാര്യമായിരിക്കില്ല. പാർട്ടി കേഡർമാര് മാറി നിന്നാല്, പ്രവർത്തകർ രംഗത്ത് നിന്ന് വിട്ടുനിന്നാല് അത് പാർട്ടിയുടെ സാധ്യതകളെ ബാധിക്കും. അതുണ്ടാക്കുന്ന വളരെ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇമ്പാക്ട് കണ്ണൂർ ജില്ലയെ ആകമാനം, ചിലപ്പോൾ കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തേക്കും പാർട്ടിയുടെ സാധ്യതകളെ ദോഷകരമായി ബാധിക്കുക തന്നെ ചെയ്യും.